Hi, welcome all to Lichu's Edutips. I am Lakshmi, PSC Life Coach, Reality Guide, Mentor and Emotional Supporter. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പി എസ് സി ആസ്പിരൻസിന് എങ്ങനെ സൈഡ് ഇൻകം ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അതിന് നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. കുറെ പേര് സൈഡ് ഇൻകത്തിനുള്ള മാർഗങ്ങളെല്ലാം അന്വേഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും ഒരുപാട് സന്തോഷം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത് തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ്. അതായത് വാട്ട് ഷുഡ് പി എസ് സി ആസ്പിരൻസ് അവോയ്ഡ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. കാരണം നിങ്ങൾക്കും അറിയാനായിട്ട് ആകാംക്ഷ ഉണ്ടാവും. നിങ്ങളും വളരെ തയ്യാറെടുപ്പോട് കൂടിയിട്ട് വരാൻ പോകുന്ന എക്സാമിനെ അഭിമുഖീകരിക്കാൻ പോകുന്നവരാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു ജോലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യേണ്ട സമയമായി എന്ന് നിങ്ങളുടെ അവയർനെസ്സിലേക്ക് കൊണ്ടുവരുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് പലരും നൈറ്റ് ഷിഫ്റ്റ് ജോലികൾ ചെയ്യുന്നവർ കാണും അല്ലെ? അതായത് ഫുൾ ടൈം ജോബ് വിത്ത് നൈറ്റ് ഷിഫ്റ്റ്. ഫുൾ ടൈം ജോബ് വിത്ത് നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന അവസരങ്ങളിൽ തന്നെ നമ്മുടെ ഉറക്കത്തെ അത് വല്ലാതെ ബാധിക്കും. സാധാരണ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. 6 മുതൽ 8 മണിക്കൂർ. ഞാൻ സാധാരണ വ്യക്തികളെ കുറിച്ചാണ് ഇതിട്ട് പറയുന്നത്. ഓർഡിനറി പീപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്, എക്സ്ട്രാ ഓർഡിനറി അല്ല. അപ്പം ഓർഡിനറി പീപ്പിൾ 6 to 8 അവേഴ്സ് ഡെയിലി ഉറങ്ങിയെങ്കിൽ മാത്രമേ അവരുടെ മെന്റൽ ഹെൽത്ത് നന്നാവുള്ളൂ. നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പഠിക്കാനാണെങ്കിലും അതല്ല നമ്മുടെ മറ്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുവാനുള്ള ആ ഒരു എനർജി നമുക്ക് പോസിബിൾ ആവുള്ളൂ. സോ അതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ജോബ് ഉപേക്ഷിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ഉറക്കം പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും നിങ്ങളുടെ അറ്റൻഷൻ ഫുള്ളി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുവാനും എല്ലാം സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം ജോബ് വിത്ത് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാം അടുക്കുന്നതിന് ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ ആ ജോബ് ഒന്ന് ഫിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എന്താ പറയുന്നത്, കുറച്ച് നാളത്തേക്ക് ഒരു ലീവ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. വാട്ട് ജോബ് പി എസ് സി ആസ്പിരന്റ് ഷുഡ് അവോയ്ഡ് എന്നതിന്റെ രണ്ടാമത്തെ ജോബിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ക്വിക്ക് മണി സ്കീംസ്. നിങ്ങൾക്കൊക്കെ അറിയാം, പെട്ടെന്ന് തന്നെ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നമ്മുടെ സൊസൈറ്റി കാണാറുണ്ട് അല്ലെ? അതായത് ചില മണി ചെയിൻ പോലെയുള്ള ഇടപാടുകൾ. അപ്പൊ അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഇന്ന് സ്റ്റുഡൻസ് ആണ് അതിനകത്തേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് പണം കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലെ? പക്ഷെ പെട്ടെന്ന് പണം കിട്ടുന്നതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി ആരും ബോധേഡാവണമെന്നില്ല. അപ്പൊ ഇതുപോലെ പെട്ടെന്ന് പണം കിട്ടുന്ന മണി ചെയിൻ പരിപാടികളിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾക്കറിയാം, വൺസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ എല്ലാം വീടിന്റെ അടുത്തുള്ളവരും അങ്ങനെ എനിക്ക് തോന്നുന്നത് അധികം വലിയ അറിവൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ഇത് ചെന്ന് പെടാറുള്ളത്. അപ്പോൾ അവരിതുപോലെ നമ്മുടെ അടുത്ത് വന്ന് പറയും, നിങ്ങളൊരു 10,000 അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2,000 3,000 ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ആയിട്ട് ബോണസ് കിട്ടും, അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ആളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ പ്രഷർ കിട്ടാനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് പണം വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആക്ച്വലി അതിനകത്തേക്ക് നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് മാറും. അപ്പൊ അതുകൊണ്ട് ഈ ക്വിക്ക് മണി സ്കീംസ് എന്ന് പറയുന്ന പരിപാടികളിൽ പോയി വീഴാതിരിക്കുക. അപ്പൊ നിങ്ങളോട് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ജോബ്സ് പറഞ്ഞായിരുന്നു. അങ്ങനെ പോവുമായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ പെട്ടെന്ന് നമുക്ക് എന്ത് നേടിക്കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ ഒരു സാധനം നമുക്കറിയാലേ, പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വന്നാൽ എന്തായാലും വലിയ മൂല്യമൊന്നും കാണില്ല, അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. സോ അതുകൊണ്ട് ഈ ക്വിക്ക് മണി സ്കീംസ് പോലെയുള്ള പരിപാടികളിൽ ചെന്ന് വീഴാതെ ഇരിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഹൈ റിസ്ക് ട്രേഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് വല്ലാത്തൊരു ഹരമായിട്ട് മാറും അല്ലെ? അപ്പൊ നമ്മൾ ഈ ട്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ ശരിയാണ്, ക്യാഷ് കിട്ടും, അതേപോലെ തന്നെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാനും ചാൻസ് ഉണ്ട്. എന്നാലും ട്രേഡിങ്ങിലേക്ക് ചെന്ന് പെടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു ടൈമാണ് നിങ്ങൾ അവിടെ നഷ്ടപ്പെടുത്തുന്നതെന്നുള്ളൊരു ഓർമ്മ വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡിങ്ങിനെ ഈ ഒരു ടോപ്പിക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ പി എസ് സിക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ട്രേഡിങ്ങിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ടൈം അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കളയുന്ന ഓരോ സെക്കൻഡ്സും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ആണെന്നുള്ളത് ഓർക്കുക. ഈ ഹൈ റിസ്ക് ട്രേഡിംഗ് എന്നുള്ളൊരു ഫാക്ടർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പി എസ് സി പഠിക്കുന്ന സമയങ്ങളിൽ കൊണ്ടുവരാതിരിക്കുക. അത് നിങ്ങൾക്ക് ഒട്ടും ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ഇനി അതല്ല, നിങ്ങൾ പി എസ് സി എല്ലാം വിട്ടിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം ഒരു ചെറിയ വരുമാനം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വലിയ വരുമാനം എന്നുള്ള രീതിയിലോ ഒക്കെ നിങ്ങൾക്ക് ട്രേഡിംഗ് പരീക്ഷിക്കാവുന്നതാണ്. അതല്ല, പി എസ് സി പരീക്ഷ എഴുതി സംസ്ഥാന സർക്കാരിന്റെ ഒരു ജോലി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ട്രേഡിങ്ങിലേക്ക് പോകരുത് കേട്ടോ. ഇതെന്റെ ഒരു സജഷൻ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയുക. നെക്സ്റ്റ്, ജോബ്സ് ദാറ്റ് ഡ്രെയിൻ യുവർ മെന്റൽ എനർജി. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ ജോലിയിലും ഏർപ്പെടാതിരിക്കുക. ഇപ്പം ഓരോ ജോലികൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അറിയാം, ചില ജോലികൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഹൗസ് ഹോൾഡ് വർക്ക് തന്നെയായിരിക്കും.
അത് ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുന്നത് മൂലമോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മളെ ആകെ എന്താ പറയുക, നമ്മുടെ മാനസിക നില തകർക്കുന്ന രീതിയിലുള്ള പല ജോലികളും ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും മേഖലകളിൽ നിൽക്കുവാണെങ്കിൽ അറിയാം, ചില ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രഷർ കൂടുതലായിരിക്കും. അതായത് ഹയർ അതോറിറ്റീസിന്റെ കയ്യിൽ നിന്നാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർവൈസറുടെ കയ്യിൽ നിന്നും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രഷർ വരുന്ന കുറെ ജോലികളുണ്ട്. അപ്പൊ അങ്ങനത്തെ ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ PSC പരീക്ഷ പഠന സമയങ്ങളിൽ, പ്രിപ്പറേഷൻ പീരിയഡിൽ അതുപോലത്തെ ജോലി ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രഷർ നിങ്ങളുടെ തലയിൽ കിടക്കുകയും ചെയ്യും, അറ്റ് ദ സെയിം ടൈം ഇവിടെ പഠിക്കേണ്ടതിന്റെ പ്രശ്നം കിടക്കും. ഈ രണ്ട് പ്രഷറും കൂടി ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആകെ വല്ലാതാകും അല്ലെ, നിങ്ങൾ ആകെ ഡിപ്രഷൻ മൂഡിലേക്ക് പോകും. സോ അതുകൊണ്ട് അപ്രകാരം നിങ്ങളുടെ മെന്റൽ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ PSC പഠന സമയത്ത് ആ ജോലി തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇത് പറയുന്നത് PSC പരീക്ഷയെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് എക്സാം എഴുതാൻ പോകുന്നവർക്കാണ്. ചിലർ പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നു, അതിന്റെ ഒരു സൈഡായിട്ട് എന്നാൽ PSC കൂടി നോക്കിയേക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. PSC പരീക്ഷയെ ഫോക്കസ് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർക്കാർ ജോലി നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി പഠിക്കുന്നവരെ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അല്ലാത്തവർ കാണണമെന്നില്ല, അവരുടെ സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. സോ ഓർത്ത് വയ്ക്കുക, മെന്റൽ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു തൊഴിലിലും ഏർപ്പെടാതിരിക്കുക. എനിത്തിങ് ദാറ്റ് കിൽ സ്റ്റഡി റൂട്ടീൻസ്, നിങ്ങളുടെ സ്റ്റഡി റൂട്ടീനെ ബാധിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ ജോലിയിലും നിങ്ങൾ ഏർപ്പെടാതിരിക്കുക. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ ഹൈ റിസ്ക് ട്രേഡിംഗ് ആയിക്കോട്ടെ, ക്വിക്ക് മണി സ്കീംസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമുണ്ടല്ലോ, ഇതെല്ലാം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് തകർക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ സ്റ്റഡി റൂട്ടീനെ കില്ല് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. സോ അപ്പൊ നിങ്ങൾ സ്റ്റഡി റൂട്ടീനെ കില്ല് ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള ജോബ്സിലോ ആക്ടിവിറ്റീസിലോ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പീരിയഡ് ഓഫ് ടൈം, അതായത് നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു സമയത്ത് തൽക്കാലം ഒഴിവാക്കി നിർത്തുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ, ഒരു 6 months നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും, ഉയർന്ന ലിസ്റ്റിൽ തന്നെ വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് എത്താനും സാധിക്കും. അപ്പം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാനിവിടെ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ മറ്റ് സർക്കിളുകളിലേക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്